ചിത്രരചനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിനെ അതിനെ നല്ല രീതിയിൽ വരച്ച് പൂർത്തീകരിക്കണമെങ്കിൽ ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന ഘടകം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു റെഡ് ബോൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഈ ഭാഗത്തു നിന്നാണ് ഈ ബോളിലേക്ക് വെളിച്ചം വന്ന് പതിക്കുന്നത്. അതായത് ഇതിൻ്റെ ലൈറ്റ് നേരെ ഇവിടുന്നാണ് ബോളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും, ഇവിടെ നല്ല ലൈറ്റ് ഈ ബോളിൽ പതിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്തിന്, ഈ ലൈറ്റ് നേരെ വന്ന് പതിക്കുന്ന ഭാഗത്തിന് ഹൈലൈറ്റ് എന്ന് പറയും. അതായത് വെളിച്ചം നേരിട്ട് വന്ന് പതിക്കുകയാണ് ഹൈലൈറ്റ്. അതിനുശേഷം പിന്നെ അതിൽ നിന്ന് തൊട്ട് അപ്പുറത്തേക്ക് വരുന്ന ഭാഗത്തിന് ഹൈലൈറ്റ്, ഹാഫ് ടോണ്, അതുപോലെ തന്നെ ഈ ഏറ്റവും ഡാർക്കായിട്ടുള്ളൊരു ഭാഗം കാണുന്നുണ്ട്, അതിന് കോർ ഷാഡോ എന്ന് പറയും. കോർ ഷാഡോ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെറിയൊരു ലൈറ്റ് ഭാഗമായിട്ട് കാണുന്നുണ്ട്, അതിന് ഷാഡോ എന്നാണ് പറയുന്നത്. ചെറിയ മങ്ങലോടുകൂടി ലൈറ്റ് കാണുന്നു, ഷാഡോ. പിന്നെ അതിന് ശേഷം കാണുന്ന നല്ലൊരു ലൈറ്റായിട്ട് കാണുന്നുണ്ട്, ആ ഭാഗത്തിന് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന ഷാഡോയാണ്, നിഴൽ. ഈ നിഴലിന് കാസ്റ്റ് ഷാഡോ എന്ന് പറയും. ഈ കാണുന്ന ഭാഗത്തിന് കാസ്റ്റ് ഷാഡോ. അതേപോലെ തന്നെ ഈ ബോളിൻ്റെ ഏറ്റവും അടുത്തുള്ള ഭാഗം, ഈ നിഴൽ വരുന്ന ഏറ്റവും അടുത്ത ഭാഗം, ആ ഭാഗത്തിന് ഒക്ലൂഷൻ ഷാഡോ എന്നാണ് പറയുക. അപ്പോൾ ഇതെല്ലാം എന്താണ്, വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട പേരുകളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് അതിൻ്റെ പേരുകളെല്ലാം ഓരോരോ ഭാഗങ്ങൾ എന്താണെന്നുള്ള വിശദമായിട്ട് പിന്നീട് നമ്മൾ നോക്കുന്നുണ്ടാവും. എല്ലാം കൂടെ നിങ്ങൾക്ക് ഒന്നിച്ച് പറഞ്ഞാൽ അത് എന്താണ്, സംശയം വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടി ഒന്നിച്ച് പറയാത്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വെളിച്ചം നേരിട്ട് പതിക്കുന്നതിന് ആണ് അവിടെ നമുക്ക് കാണുന്ന ഈ ഭാഗം, അതായത് ഈ വെളിച്ചം കൂടുതൽ പതിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ടല്ലോ, ഹൈലൈറ്റ് കാണിക്കുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ഈ വെളിച്ചം നേരിട്ട് വരുന്ന ഭാഗത്ത് പെൻസിൽ ഷെയ്ഡ് ചെയ്യാറില്ല. അവിടുന്ന് പിന്നെ ലൈറ്റ് പോർഷനിലാണ് ചെറിയ ഷെയ്ഡ് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നതനുസരിച്ച് ഡാർക്ക് കൂടുകയാണ്. ഡാർക്ക് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോർ ഷാഡോ ആ ഭാഗത്തേക്കാണ് വരുന്നത്. അതായത് ഈ വസ്തുവിനെ ഉരുണ്ട രൂപം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാസ്റ്റല്ല കോർ ഷാഡോ എന്നുള്ളൊരു ഭാഗം ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അതായത് നമ്മൾ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചാണ് ഇവിടെ അത് ചെയ്യുന്നത്. പിന്നെ അതിനേക്കാൾ ഡാർക്കായിട്ടായിരിക്കും നമ്മളിവിടെ ഷാഡോ കൊടുക്കുന്നത്. നിഴലിൻ്റെ കളറ് നമ്മൾ പെൻസിൽ ഷെയ്ഡ് ചെയ്യുന്നത് ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ഒരു ബോൾ വരച്ചിട്ട് അതിൽ ഈ പറഞ്ഞ ഷെയ്ഡുകൾ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾ അതായത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചാർട്ട് പേപ്പറിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഇതുപോലൊരു റൗണ്ട് അതിൽ വരച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട്
വരച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്, നമ്മൾ പെൻസിലുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ ലൈറ്റ് പെൻസിലിൽ നിന്നാണ് നമ്മൾ ഷെയ്ഡ് തുടങ്ങുന്നത്. നമ്മൾ ആദ്യം തന്നെ ഡാർക്ക് പെൻസിൽ ചെയ്യാൻ പാടില്ല, ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിന് പറഞ്ഞു, സ്കെച്ച് ചെയ്യാൻ നമ്മൾ HB യൂസ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് 2B, 4B, 6B എന്നിങ്ങനെയാണ് പെൻസിലുകൾ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള പെൻസിലായിട്ടുള്ള 2B പെൻസിൽ ആദ്യം എടുക്കുക. എന്നിട്ടിതിൽ ഷെയ്ഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് ഇവിടുന്നാണ് ഇപ്പോൾ ഇതിലേക്ക് പതിക്കുന്നത്. ലൈറ്റ് പതിക്കുന്നതിൻ്റെ ഭാഗത്ത് നമ്മൾ ഹൈലൈറ്റ് ആണ്, അവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടതില്ല. ഇത്രയും ഭാഗം നമ്മളവിടെ ലൈറ്റായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമുള്ള ഭാഗം നമ്മൾ ലൈറ്റായി പെൻസിൽ ഷെയ്ഡ് ചെയ്യുന്നു. 2B പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നു. നമ്മൾ താഴേക്ക് പെൻസിൽ റൗണ്ടാക്കി ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെൻസിൽ റൗണ്ട് ആക്കിയിട്ടാണ് നമ്മളിങ്ങനെ റൗണ്ട് രൂപത്തിലാണ് പെൻസിൽ ചലിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് അമർത്തി ചെയ്യരുത്, ലൈറ്റാക്കി ചെയ്യുക. പെൻസിൽ അധികം അമർത്താതെ ചെയ്യുക. അതേപോലെ ഇവിടെ ഈ ഔട്ട്ലൈനിനെ കുറച്ച് ഇത്രയും ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. മുഴുവനായി ഷെയ്ഡ് ചെയ്യരുത്, കുറച്ച് ഇവിടെ വരെയായിട്ട് ഷെയ്ഡ് ചെയ്യുക. അപ്പം ആദ്യ ടോണ് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വരകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അത് നമ്മൾ ഇതിൻ്റെ മേലെ കൂടി ചെയ്ത് ഇടയിലുള്ള ഗ്യാപ്പുകളെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ഇവിടെ ഈ വര പോലെ ഈ സൈഡ് ഇവിടെ നമ്മളൊരു മാർക്ക് ചെയ്തിരുന്നു. ആ മാർക്ക് പോലെ ഇവിടെ കാണേണ്ടതില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അവിടെ മാർക്ക് ചെയ്തതാണ്. അത് എറേസ് ചെയ്ത് ഒഴിവാക്കാം.
ഇനി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ വാങ്ങിയിട്ടുള്ള ബ്ലെൻഡിങ് സ്റ്റമ്പ് എടുക്കുക. ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗവും ഈ ഹൈലൈറ്റ് വിട്ട ഭാഗവും ഒന്ന് അതിൻ്റെ മേലെ വെച്ച് ലയിപ്പിക്കുക. നിങ്ങൾ വാങ്ങിയിട്ടുള്ള സെറ്റിൽ, ബ്ലെൻഡിങ് സ്റ്റമ്പ് സെറ്റിൽ വലുത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. കണ്ടോ? അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ ലയിച്ച് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഈ ബോളിൻ്റെ ഔട്ട്ലൈന് ചെയ്ത സമയത്ത് പെൻസിൽ പൂർണ്ണമായും ഷെയ്ഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ അവിടെയും ചെറുതായി ഒന്ന് ലയിപ്പിക്കുക. എന്നാൽ ഇവിടെ ഒരു വൈറ്റ് ഭാഗം കാണുന്നുണ്ട്, അത് മുഴുവനായും പോകാനും പാടില്ല. പിന്നെ ഇവിടെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ലയിപ്പിച്ച് കൊടുക്കാം. ഈ ബ്ലെൻഡിങ് സ്റ്റമ്പ് വെച്ചിട്ട് ഒന്ന് ലയിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ 2B പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുകയും ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ച് നമ്മളതിനെ ലയിപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പായി ഡാർക്ക് കൂട്ടുകയാണ് വേണ്ടത്. അതിനായി 4B പെൻസിൽ എടുക്കുക. 4B ഇവിടെ പെൻസിൽ എഴുതിയ നിങ്ങൾക്കറിയാം, 4B എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ പെൻസിൽ എടുക്കുക. ശേഷം നമ്മൾ കുറച്ച് ഈ ഒരു ഏരിയയിൽ നിന്നും കുറച്ചും കൂടി പെൻസിൽ അമർത്തി ഡാർക്ക് ചെയ്യുക. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം, നേരത്തെ ഇവിടെ നമ്മൾ ലൈറ്റ് ഭാഗം റിഫ്ലക്ഷൻ ലൈറ്റിന് വേണ്ടി അവിടെ വിട്ടിരുന്നു. അത് മുഴുവനായും ഷെയ്ഡ് ചെയ്യരുത്. ഇത്രയും ഏരിയയെ വരാൻ പാടുള്ളൂ പെൻസിൽ. അപ്പോൾ 4B പെൻസിൽ ഉപയോഗിച്ചുള്ള ഷെയ്ഡിങ് ഏകദേശം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും ഡാർക്കായുള്ള ഭാഗം, അതായത് കോർ ഷാഡോ എന്ന് പറയുന്ന ഭാഗം, അതായത് ഒരു വസ്തുവിനെ നമ്മൾ ഒരു ബോളൊക്കെ ആണെങ്കിൽ അതിനെ ഉരുണ്ട ആകൃതിയിൽ തോന്നിപ്പിക്കാൻ വേണ്ടി ഈ കോർ ഷാഡോ എന്നുള്ള ഏറ്റവും ഡാർക്ക് പോർഷൻ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതൊരു ഉരുണ്ട വസ്തുവായിട്ട് നമുക്കത് ഫീൽ ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിനായി നമ്മൾ ഇതിൽ പെൻസിലിൽ 6Bയോ ഈ 10Bയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ഞാനിതിൽ ഇന്നിപ്പോൾ എടുക്കുന്നത് പെൻസിൽ 10B ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് 6Bയോ 8B ഒക്കെ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഈ ഭാഗങ്ങളിൽ മാത്രമായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ വസ്തുവിൻ്റെ ഉരുണ്ട രൂപം നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ. ഷെയ്ഡ് ചെയ്യുമ്പോൾ പെൻസിൽ ഇങ്ങനെ റൗണ്ട് ഉരുട്ടിയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കത് എല്ലാ ഭാഗത്തും ഷെയ്ഡ് കവറായി കിട്ടുകയുള്ളൂ. പെൻസിൽ ഇങ്ങനെ റൗണ്ട് ആക്കി ഉരുട്ടി ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ചെയ്യുന്ന രീതി. അതായത് ഈ ഷെയ്ഡിങ് നമ്മൾ ബ്ലെൻഡിങ് ഷെയ്ഡ് എന്നാണ് പറയുക, ബ്ലെൻഡിങ്. ഇപ്പോൾ സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ ഉള്ള ഒരു ഭാഗത്ത്, ഈ കൊടുത്തിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ഡാർക്ക് കുറച്ചുകൂടെ കൂട്ടുകയാണ്. കൈ നമ്മൾ പെൻസിൽ ഒന്നുകൂടി അമർത്തി പിടിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു ബോൾ പോലുള്ള രൂപത്തിൽ. അപ്പോൾ ഈ രീതിയിലാണത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് എടുക്കുന്നത്. ശേഷം ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പെൻസിലിൻ്റെ വരകളൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ബ്ലെൻഡിങ് സ്റ്റമ്പ് വെച്ചൊന്ന് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത പോലെ കിട്ടുന്നതായിരിക്കും. അടുത്തതായി ചെയ്യാനുള്ളത്, നമ്മൾ ഈ വരച്ചിട്ടുള്ള ബോളിന് നിഴൽ കൊടുക്കുക എന്നുള്ളതാണ്, ഷാഡോ. അപ്പോൾ അതിനായി നമുക്ക് അറിയാം, നേരത്തെ ഞാൻ അതിൻ്റെ സാമ്പിൾ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ഇവിടുന്ന് ലൈറ്റ് ഇതിൻ്റെ പ്രകാശം നേരെ ഒബ്ജക്റ്റിൽ ഈ രീതിയിൽ ഇവിടുന്ന് പതിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ നിഴൽ വരുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിരിക്കും. അപ്പോൾ അതിനായി നമുക്ക് ഒരു ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് ഇവിടെ ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ഇത് ഏത് പെൻസിലും ഉപയോഗിക്കാം, 6B, 8B, 10B, കാരണം ഡാർക്ക് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏത് പെൻസിലും അതിൽ ഉപയോഗിക്കാം.
അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കൊടുക്കുന്ന നിഴലിനെ കാസ്റ്റ് ഷാഡോ എന്നാണ് പറയുന്നത്. അതേപോലെ ഈ ഒബ്ജക്റ്റിൻ്റെ വെളിച്ചം ഇവിടുന്ന് വരുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും അടിഭാഗം നല്ല ഡാർക്കായിരിക്കും. അതിന് ഒക്ലൂഷൻ ഷാഡോ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഈ ഏറ്റവും അടുത്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡാർക്ക് നന്നായി കൂട്ടുക. ശേഷം ഇവിടേക്ക് വരുന്തോറും പെൻസിൽ ലൈറ്റ് ആക്കുക. ഇതിൻ്റെ അടുത്തുള്ള ഭാഗം മാത്രം ഡാർക്കാക്കിയ ശേഷം ഇവിടേക്ക് നമ്മൾ ലൈറ്റ് ആക്കുക. ഇത്രയുമാണ് നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ ബേസിക്കായി അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങൾ ഉള്ളത്.